മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരോട് അകലം പാലിക്കുക. സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്നറിയുക. എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാത്ത ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സ് മടുത്ത് പിന്മാറരുത്. പോരാടിക്കൊണ്ടിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളാണ് വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ഒരാളിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. കേട്ടറിവ് വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ ഊഹം മാത്രമായിരിക്കും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം ആ വ്യക്തി തന്നെയായിരിക്കും. വിശ്വാസം ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. കാരണം വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മാത്രം മതി. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് ജീവിതത്തിലെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഓരോ മനുഷ്യഹൃദയങ്ങളിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷേ ആരും ആരെയും ഒന്നറിയിക്കുന്നില്ലെന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കും. ഭക്തരെല്ലാം സന്തോഷമായിരിക്കുക. ഓം നമഃ ശിവായ.